അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇന്ന് മുതൽ ഞാനും ഫ്രീയും മക്കളും ഫ്രീ ആണ്. അപ്പോൾ രാവിലത്തെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തേക്കുള്ള ഫുഡ് വയ്ക്കാൻ നോക്കിയപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകാൻ കഴിയാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലുള്ള കാക്കാനെ വിളിച്ച് പറഞ്ഞാൽ വേണ്ട സാധനം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാക്ക നമുക്കിവിടെ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞേക്ക് കിച്ചുട്ട ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഞാനും അമ്പാടി സച്ചു മാത്രമേ വീട്ടിലുള്ളേ. അപ്പോൾ പച്ചക്കറി കൊണ്ടുവന്നത് ഉടനെ തന്നെ ഞാനിതാ ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. കഴുകിയിട്ടല്ല കേട്ടോ ഞാൻ വെക്കാറ്, ഇങ്ങനെ വെക്കും. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്ന സമയത്തേ കഴുകാറുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ അമ്പാടി സച്ചും TV കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു സച്ചുൻ്റെ സെൻഡ് ഓഫും കാര്യങ്ങളും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. പിന്നെ വേഗം തന്നെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ ഇങ്ങനെ പച്ചക്കറി കണ്ടുന്ന സമയത്താണ് കേട്ടോ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ കണ്ടോ ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് വേഗം തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ബോക്സുകൾ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടു. വെക്കേഷൻ ആയാലും വർക്കിംഗ് ഡേയ്സ് ആയാലും നമുക്ക് ജോലികൾക്ക് കമ്മിയൊന്നും ഉണ്ടാവില്ല അല്ലേ. വെറുതെ ഇരിക്കുന്നവർക്ക് എന്താ ജോലി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമുക്കൊരു മിനിറ്റ് പോലും സമയം കിട്ടാറില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും എന്നല്ലാതെ എങ്കിലും നമുക്ക് ഇരിക്കുന്നതിന് മുന്നേ വരെ ഉണ്ടാവും. അത് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ജോലികൾ ഉണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിലുള്ള തമ്പാടീൻ്റെ കരച്ചിലാണ് കേട്ടോ. ഇനിയുള്ളത് ബഹളം തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഒന്നും തൊട്ടും തൊണ്ടിയും ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ വേഗം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് കഴിക്കുന്ന കള്ളന് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്യുക, അമ്പാടി എടുത്ത് കഴിക്കുക അല്ലേ. നീ എടുക്കെടുത്തിട്ടാ അമ്പാടിയേ അവൻ്റെ പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കുക്കിങ്ങിലേക്ക് നിന്നിട്ട് ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞില്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം റൈസ് കുറച്ച് നേരം അരി വെള്ളത്തിലിട്ടായിരുന്നു. അത് കുതിർന്നതിന് ശേഷം നമ്മുടെ സാധാ നെയ്ച്ചോറിന് വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. സവാള നെയ്യിലേക്ക് സവാളയും വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് അരച്ച് ചേർത്തു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ തൈര് ഒഴിച്ചു, മല്ലിച്ചപ്പും പുതിന ഇട്ടു. പിന്നെ നമ്മുടെ വെന്ത റൈസ് അതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ടിട്ട് ദം ഇട്ടു കേട്ടോ. പിന്നെ തന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെ വേഗം ക്ലീൻ ആക്കി. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മിക്സാക്കി വെജിറ്റബിൾസും എല്ലാ റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പപ്പടം കാച്ചി സലാഡ് ഉണ്ടാക്കി കേട്ടോ. പിന്നെ വേഗം തന്നെ ചൂടോട് കൂടി മക്കൾക്ക് വാരി കൊടുക്കുകയാണ്. അമ്പാടിക്ക് ഞാൻ വാരി കൊടുത്തു, സച്ചു തന്നെ കഴിക്കണം. വെക്കേഷൻ ഡേ നല്ല വീഡിയോ ഇത്രട്ടോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.